നന്ദി പ്രിയപ്പെട്ട ലിയോ. സാക്ഷാത്കരിച്ച സ്വപ്നങ്ങൾക്ക്, അനശ്വരമാക്കിയ ഓർമ്മകൾക്ക്, ഞങ്ങൾക്ക് മുന്നിൽ കുടഞ്ഞിട്ട ഓരോ നിമിഷത്തിനും. എഴുതിയത് വെട്ടി വീണ്ടും എഴുതി വീണ്ടും വെട്ടി ഇങ്ങനെ ഒരു ഇരുട്ടിലാണുള്ളത്. എഴുതിയതൊന്നും അയാളോട് നീതി പുലർത്തുന്നില്ല. അയാൾ എനിക്കുണ്ടാക്കുന്ന അനുഭൂതിയോട് നീതി പുലർത്തുന്നില്ല. അതാണ് പ്രശ്നം. മെസ്സിയെ കുറിച്ച് എഴുതുമ്പോൾ എപ്പോഴുമുള്ള പ്രശ്നം ഇത് തന്നെയാണ്. പക്ഷേ എഴുതാതിരിക്കാൻ വയ്യ. അയാൾ അർജന്റീനയുടെ മണ്ണിൽ അവസാനമായി കളിച്ചതാവാൻ സാധ്യതയുള്ള ഒരു ദിവസത്തിൽ എഴുതാതെ നീളമുടിയുമായി ഏറ്റവും ഭാരമേറിയൊരു നീലയിൽ വെള്ളക്കളർന്ന കുപ്പായമിട്ട് കഴിച്ചു കയറി വന്ന അയാളൊക്കെ നേരിട്ടു. രാജ്യത്തിന് വേണ്ടി ചോരയും നീരും കളഞ്ഞു കളിച്ചപ്പോഴും ലോയലല്ല 10ാം നമ്പർ ജേഴ്സി ഊരി വേറെ കൊടുക്കണമെന്നൊക്കെ കേട്ടൊരു കാലമുണ്ടായിരുന്നു. അയാളുടെ ജേഴ്സി അർജന്റീനയിലെ ലോക്കൽ ആരാധകർ തീയിട്ട രാത്രികളുണ്ടായിരുന്നു. അയാളുടെ പ്രതിമ തല്ലി തകർത്ത കാലമുണ്ടായിരുന്നു. അവിടെ നിന്ന് സർവ്വതും തന്റെ രാജ്യത്തിന് വേണ്ടി നേടിക്കൊടുത്ത് ഒരു വീരനായകന്റെ വേഷത്തിൽ തന്നെ ചീത്ത വിളിച്ച, തന്നെ പുച്ഛിച്ച അതേ ആളുകളെ കൊണ്ട് മെസ്സി 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 എന്ന് ചാൻഡ് പാടിച്ച് അയാളുടെ ക്ഷമ പറയിപ്പിച്ചതിന് കാരണമാണോ അതോ അയാൾ തന്നെയാകുമോ എന്നുള്ളത് ഡിബേറ്റബിളാണ്. കാലം കാത്തുവെച്ച